നമസ്കാരം. അൺലിമിറ്റഡ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാർത്തിക, രോഹിണി, മകയിരം, മകം, പൂരം, ഉത്രം, ചിത്തിര, ചോതി, വിശാഖം നാളുകാരുടെ ജീവിതത്തിൽ ഈ ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ അവസ്മരണീയമായ ചില നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ്. ലോകനാഥനായ സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം വരിച്ച ദിവസം കൂടിയാണ് ഭാരതമെങ്കും തൈപ്പൂയം ആഘോഷിക്കുന്ന ഫെബ്രുവരി മാസം 1-ാം തീയതി. മകര പൗർണമിയും പൂയനാളും ഒരുമിച്ച് വരുന്ന പുണ്യമുഹൂർത്തം. എന്റെ അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടി മഹാലക്ഷ്മി ദേവിയും സുബ്രഹ്മണ്യ സ്വാമിയും ഈ 9 നാളുകാരുടെയും ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വാരി വിതറുന്ന സമയമാണ് ഫെബ്രുവരി മാസം 1-ാം തീയതി. ജീവിതത്തിൽ സമസ്ത ഐശ്വര്യങ്ങളും തൊഴിൽ വിജയങ്ങളും തൊഴിൽ അവസരങ്ങളും സാമ്പത്തിക ലാഭങ്ങളും വന്നു ചേരുന്ന പുണ്യമുഹൂർത്തമാണ് വന്നു ചേരുന്നത്. ഫെബ്രുവരി മാസം മുഴുവൻ ഈ 9 നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് സകല സൗഭാഗ്യങ്ങളും അമ്മ മഹാലക്ഷ്മി ദേവിയും സുബ്രഹ്മണ്യ സ്വാമിയും നൽകുകയാണ്. ജീവിതത്തിൽ ഇതുവരെ നേടാതിരുന്ന പല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ദിവസങ്ങൾ. ഭാഗ്യം മിഴി തുറക്കുന്ന ഫെബ്രുവരി മാസത്തിൽ ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് നടന്നെടുക്കുന്ന ആ 9 നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി നമ്മൾക്ക് നോക്കാം. അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജകളെ കുറിച്ച് വിശദമായി പറയാം. നാളെ ശനിയാഴ്ച രാവിലെ നവഗ്രഹ ഹോമവും അഘോര ഹോമവും വൈകിട്ട് മഹാരുദ്രാഭിഷേകവും നടക്കും. തൈപ്പൂയ നാളിൽ പ്രത്യേക പൂജകൾ നടക്കും. ഈ പൂജകളിൽ പങ്കുചേരുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക. എന്റെ അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടി മഹാലക്ഷ്മി ദേവിയും സുബ്രഹ്മണ്യ സ്വാമിയും അനുഗ്രഹം ചൊരിയുന്ന ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികം, തൊഴിൽ, സൗഭാഗ്യം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ രംഗങ്ങളിൽ ഏറ്റവും ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 5-8 വർഷക്കാലമായി സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു ഇടവക്കൂറിൽപ്പെട്ട ഈ 3 നക്ഷത്രക്കാരും. ബാങ്കുകളിൽ നിന്നുള്ള ജപ്തി ഭീഷണികള്, അതുകൊണ്ട് വളരെയേറെ മാനസിക വിഷമം, മനക്ലേശങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, മാനസിക വിഷമതകളൊക്കെ അനുഭവിച്ചു വന്നിരുന്ന ഈ 3 നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് സാക്ഷാൽ അമ്മ മഹാലക്ഷ്മിയും സുബ്രഹ്മണ്യ സ്വാമിയും ധനസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്തിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയാതെ പോയ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ നക്ഷത്രക്കാരിൽ ഏറിയ പേരും ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ എന്ത് തൊഴിൽ ചെയ്യുന്നതിനും എന്ത് പരിശ്രമങ്ങൾ നടത്തുന്നതിനും തയ്യാറാണ്. പക്ഷെ ഒന്നും നല്ല രീതിയിൽ വിജയം കാണുന്നില്ല. പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട്. നല്ലൊരു തൊഴിൽ കിട്ടാനായിട്ട് വളരെയേറെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ നല്ലൊരു തൊഴിലവസരം വന്നു ചേരുന്നില്ല. പലർക്കും ചെറിയ മാസശമ്പളത്തിന് പോലും ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ്. അങ്ങനെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഈ 3 നക്ഷത്രക്കാരും കടന്നു പോകുന്നത്. തൊഴിൽ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി, അതേപോലെ തന്നെ കനത്ത ശത്രുദോഷങ്ങൾ, പല രീതിയിലുള്ള ആഭിചാര ബാധാദോഷങ്ങൾ, ദുർമന്ത്രവാദങ്ങൾ, ഇതുകൊണ്ടൊക്കെ തളർന്നു പോയവരാണ് ഈ നക്ഷത്രക്കാർ. കഴിഞ്ഞ 5-8 വർഷത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. സങ്കടക്കടലിന്റെ കയ്യത്തിലാണ് പലപ്പോഴും ഈ നക്ഷത്രക്കാരിൽ ഏറിയ പേരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പല ഘട്ടങ്ങളിലും ഒറ്റപ്പെട്ടു പോയവരെയും ഇന്നെനിക്ക് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചു. വലിയ രീതിയിലുള്ള മനോവേദനകൾ, മനപ്രയാസങ്ങളെല്ലാം സഹിച്ച് മുന്നോട്ടു പോവുകയാണ്. നിശബ്ദമായി കരഞ്ഞു പോകുന്ന എത്രയോ ദിനരാത്രങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ പോലും മനസ്സ് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോകാൻ കഴിയാറില്ല. ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം പോലും വരാത്ത അവസ്ഥകൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. നിശബ്ദമായി രാത്രികളിൽ ഇരുന്ന് കരഞ്ഞവർ പോലും ഉണ്ടെന്നാണ് എനിക്ക് പ്രശ്നചിന്തയിൽ കാണുവാൻ കഴിഞ്ഞത്. പല രീതിയിലുള്ള ചതിയിലും വഞ്ചനയിലും പെട്ടവർ, സ്നേഹബന്ധങ്ങളിൽപ്പെട്ട് ജീവിതം തകർന്നടിഞ്ഞവർ, ഇണയെ മനസ്സിലാക്കാത്ത പങ്കാളികൾ, അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക ബന്ധങ്ങളിൽ ചെന്നുപെട്ട് ജീവിതത്തിൽ ആകെപ്പാടെ പ്രതിസന്ധിയിലായ പല നക്ഷത്രക്കാരെയും ഇന്നെനിക്ക് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചു. ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചില സുഹൃത്തുക്കളെ വിശ്വസിച്ച് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സ്വർണവും പണവുമെല്ലാം നൽകി. എപ്പോഴെങ്കിലും കൃത്യമായിട്ട് തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഇതൊക്കെ നൽകിയത്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ ഭാവം മാറി. വിളിച്ചാൽ കിട്ടുന്നില്ല, ഒന്ന് കാണാൻ ആഗ്രഹിച്ചിട്ട് കാണാൻ കഴിയുന്നില്ല. ധനം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, മനോവിഷമങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് അവർ. മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്ന അച്ഛനമ്മമാർ, ചില മാതാപിതാക്കളാകട്ടെ ചില തെറ്റായ ബന്ധങ്ങളിലേക്ക് മക്കൾ പോയതിൽ മനം നൊന്ത് വിഷമിച്ചിരിക്കുകയാണ്. ചിലർ ഒരുപാട് നാളുകളായി, മാസങ്ങളായി, വർഷങ്ങളായി ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു.
മറ്റു ചിലരാകട്ടെ വിദേശത്ത് തൊഴിലവസരങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ വിറ്റ് അല്ലെങ്കിൽ കടം വാങ്ങിച്ച് പണം കൊടുത്തു. ഇപ്പോൾ ജോലിയുമില്ല, നഷ്ടപ്പെട്ട പണവും തിരികെ കിട്ടുന്നില്ലാത്ത അവസ്ഥ. അങ്ങനെ ഇന്ന് പ്രശ്നചിന്ത നടത്തിയപ്പോൾ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ജീവിത ദുഃഖങ്ങളെ എനിക്ക് തൊട്ടറിയുവാൻ സാധിച്ചു. മാറ്റി നിർത്തപ്പെട്ടവർ, വേദനകൾ അനുഭവിക്കുന്നവർ, മനപ്രയാസങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ, അങ്ങനെ അനേകം പേർ ഈ നക്ഷത്രങ്ങളിൽ പെട്ടവരായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ രക്ഷയ്ക്കായി സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയും അമ്മ മഹാലക്ഷ്മി ദേവിയും എത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും അമ്മ മഹാലക്ഷ്മി ദേവി നൽകുകയാണ്. ഈ തൈപ്പൂയ നാളിൽ സാക്ഷാൽ മുരുകസ്വാമി നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും നൽകുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, ധനസൗഭാഗ്യം നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതുപോലെ സന്താന സൗഭാഗ്യം, വിവാഹയോഗം, ഭവനയോഗം, വാഹനയോഗം, സർക്കാർ മേഖലകളിലും സ്വകാര്യ മേഖലകളിലും ജോലിക്കുള്ള അവസരങ്ങൾ, അതുപോലെ വിദേശത്ത് തൊഴിലവസരങ്ങൾ എല്ലാം വന്നു ചേരുകയാണ്. നിങ്ങൾ പോകാത്ത അമ്പലങ്ങളില്ല, നടത്താത്ത വഴിപാടുകളല്ല. എന്നാൽ ഇന്ന് ഈ ഒരു ദിവസം അമ്മ മഹാലക്ഷ്മി ദേവി, സുബ്രഹ്മണ്യ സ്വാമി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇതുവരെ നടത്തിയ എല്ലാ പരിശ്രമങ്ങൾക്കും, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഭഗവാനും ഭഗവതിയും സർവ്വ ഐശ്വര്യങ്ങളും വിജയങ്ങളും നൽകി നിങ്ങളെ കാത്തുരക്ഷിക്കുകയാണ്. വിജയത്തിന്റെ ഉന്നതമായ കൊടുമുടിയിലേക്ക് നിങ്ങൾ നടന്നടക്കുകയാണ്. എത്രയേറെ വിജയം ഒരുപക്ഷെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഇതാദ്യമായിട്ടായിരിക്കാം നൽകുന്നത്. കാരണം തൊഴിലിന്റെ അതിദേവനാണ് സുബ്രഹ്മണ്യ സ്വാമി, സമ്പത്തിന്റെ അതിദേവതയാണ് മഹാലക്ഷ്മി ദേവി. തൊഴിലും സമ്പത്തും ഒരുമിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ജീവിതത്തിൽ അതൊരു മഹാസൗഭാഗ്യം തന്നെ ആയിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകൾ ഏറുന്നു. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. മത്സര പരീക്ഷകളിലും PSC പരീക്ഷകളിലും UPSC പരീക്ഷകളിലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകളിലും ഉയർന്ന വിജയം നേടാൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത്. അതുപോലെ 10ാം ക്ലാസ്സിലും +2 വിഭാഗത്തിലുമെല്ലാം പൊതു പരീക്ഷകൾ നടക്കുന്ന സമയമാണ്. ഫെബ്രുവരി മാസത്തിൽ മോഡൽ പരീക്ഷകളും പ്രാക്ടിക്കൽ പരീക്ഷകളും നടക്കുകയാണ്. മാർച്ചിൽ പൊതുപരീക്ഷ നടക്കുകയാണ്. ഈ പരീക്ഷകളിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച മാർക്ക് കിട്ടാനുള്ള, അലസത മാറി, മടി മാറി മികച്ച പരീക്ഷാ വിജയം നേടുന്ന ഒരു അവസ്ഥയിലേക്ക് ഭഗവാൻ മുരുകസ്വാമി, അമ്മ മഹാലക്ഷ്മി ദേവി തങ്ങളുടെ കടാക്ഷങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. സർവ ഐശ്വര്യങ്ങളും വിദ്യാർത്ഥികൾക്കും വന്നു ചേരുകയാണ്. പ്രായഭേദമെന്നെ എല്ലാവരിലേക്കും ഐശ്വര്യം വാരി വിതറുകയാണ് സുബ്രഹ്മണ്യ സ്വാമി, മുരുകസ്വാമി. ഇന്ന് രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം രാശി നോക്കുന്ന സമയത്ത് മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിഞ്ഞു. കയ്യിൽ എത്ര പണം വന്നു ചേർന്നാലും അത് നിൽക്കുന്നില്ല. വരവിനേക്കാൾ കൂടുതൽ ചെലവ്. 100 രൂപ കയ്യിൽ വന്നാൽ 200 രൂപ ചെലവ് വരുന്നു. അതുകൊണ്ട് തന്നെ കടബാധ്യതകൾ ഏറുന്നു, സാമ്പത്തിക ബാധ്യതകൾ ഏറുന്നു. ചിലർക്കാകട്ടെ വലിയ ശാരീരിക വിഷമതകൾ, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ചിലർക്ക് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട് പുതിയൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഇവർ അഭിമുഖീകരിക്കുകയാണ്. ചിലർക്ക് ബിസിനസ്സിൽ പരാജയം നേരിടുന്നു. അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് യാതൊരുവിധ ബിസിനസ്സും നടക്കുന്നില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ, വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. മകം, പൂരം, ഉത്രം ഈ 3 നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചില പ്രത്യേക രീതിയിൽ അവർക്ക് ചില സാമ്പത്തിക ബാധ്യതകൾ വന്നുപെട്ടു. അതിന്റെ വല്ലാത്തൊരു വിഷമസന്ധിയിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും ഉരുകി ഒലിച്ച് തീരുന്ന അവസ്ഥ. എന്തിനാണ് ദൈവമേ ഇങ്ങനെ ഒരു ജീവിതം എന്ന് പോലും ചിന്തിച്ചു പോയിട്ടുണ്ട് ഈ 3 നക്ഷത്രക്കാരിൽപ്പെട്ട പലരും. ഇങ്ങനെ ഒരു വഴിക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ മറുവശത്ത് ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർക്ക് കടുത്ത ശത്രുദോഷങ്ങൾ ഉണ്ടാകുന്നു. അഭിചാര ബാധാക്രിയകൾ വന്നു ചേരുന്നു. ദുർബന്ധവാദങ്ങൾ പോലും ചില ശത്രുക്കൾ ചെയ്ത് ഇവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു. ബന്ധുക്കളായവർ, സുഹൃത്തുക്കളായി നിന്നവർ പോലും ഇപ്പോൾ ശത്രുക്കളുടെ സ്ഥാനത്താണ്. മനസ്സറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഇവർ ചെയ്തിട്ടില്ല, ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പലപ്പോഴും ഇവർ ഭഗവാനോട് ചോദിക്കുന്നു, ഭഗവാനെ, ഞങ്ങൾ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ലല്ലോ, ഞാനായിട്ട് ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഇവരൊക്കെ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത്? കാരണം കടുത്ത ശത്രുദോഷത്തിന്റെ നിഴലിലാണ് ഈ 3 നക്ഷത്രക്കാരിൽ ഏറിയ പേരും. മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ക്ഷേത്ര ദർശനം നടത്താൻ പോകണമെന്ന് ആഗ്രഹിച്ച് കിടന്നുറങ്ങി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ക്ഷീണം, വല്ലാത്തൊരു തളർച്ച. ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർക്കാകട്ടെ സമൂഹത്തിൽ നിന്ന് ചിലർ ഒറ്റപ്പെടുത്തുന്നതിന്റെ മാനസിക വ്യതകൾ, മാനസിക സങ്കടങ്ങൾ ഉണ്ട്. ചില ബന്ധങ്ങളിൽ ചാടി ജീവിതം നശിപ്പിക്കപ്പെട്ടവരുമുണ്ട്.
അങ്ങനെ ജീവിതം തന്നെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ് മകം പൂരം ഉത്രം നക്ഷത്രക്കാരായ പലർക്കും. എന്നാൽ ഈ മകര പൗർണമിയിൽ, ഈ തൈപ്പൂയ ദിവസം, അമ്മ മഹാമായ പുണ്യതമ്പുരാട്ടി മഹാലക്ഷ്മി ദേവിയും പുണ്യതമ്പുരാൻ സുബ്രഹ്മണ്യ സ്വാമിയും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സമസ്ത ഐശ്വര്യങ്ങളും നൽകുകയാണ്. ജീവിതത്തിൽ ഒട്ടേറെ വിജയങ്ങൾ വന്നു ചേരുകയാണ്. ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും ഇവർക്ക് നടന്നു കിട്ടുന്ന, ഭഗവാനോട് എന്ത് ചോദിച്ചാലും അത് വരമായി നൽകുന്ന ദിവസങ്ങളാണ് ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. പല സോഴ്സുകളിൽ കൂടി പല വിധത്തിൽ നിങ്ങൾക്ക് ധനസൗഭാഗ്യം വന്നു ചേരും. ബിസിനസ് സംരംഭക മേഖലകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. ലോട്ടറി സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. വളരെ നാളുകളായി തൊഴിൽ ആഗ്രഹിച്ചിരുന്നിട്ട് കിട്ടാതിരുന്നവർക്ക് തൊഴിലവസരങ്ങൾ ഈ ഫെബ്രുവരിയിൽ വന്നു ചേരുകയാണ്. നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തൊഴിലവസരങ്ങൾ, അത് വിദേശത്തായിരിക്കാം, സ്വദേശത്തായിരിക്കാം, സർക്കാർ മേഖലയിലായിരിക്കാം, അത് നിങ്ങളെ തേടിയെത്തുന്ന, നിങ്ങൾക്ക് കൺഫർമേഷൻ ലെറ്റർ പോലും കിട്ടുന്ന സമയമാണ് ഫെബ്രുവരി മാസം. വിദ്യാർത്ഥികൾക്ക് പല രീതിയിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അലസതയും മടിയും ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഉയർന്ന പരീക്ഷാ വിജയങ്ങൾ വന്നു ചേരും. അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും. സന്താന സൗഭാഗ്യം വന്നു ചേരും. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന സമയമാണ്. ഇന്ന് രാശിഫലയിൽ തെളിഞ്ഞു കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർക്ക് ഭവന യോഗം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഭവനം വാങ്ങിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ കഴിയുന്നു. അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വിജയത്തിന്റെ, ഉന്നതമായ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് ഈ നാളുകാർ നടന്നടക്കുകയാണ്. ഭാഗ്യം മിഴി തുറക്കുന്ന ദിവസങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്. സൗഭാഗ്യത്തിന്റെ വാതായനങ്ങൾ ഓരോന്നായി പുണ്യതമ്പുരാട്ടി മഹാലക്ഷ്മി ദേവിയും പുണ്യതമ്പുരാൻ സുബ്രഹ്മണ്യ സ്വാമിയും നൽകുകയാണ്. എന്റെ വാക്കുകൾ അച്ചിട്ടായിട്ട് വരും, എഴുതി വെച്ചോളൂ. ഈ പ്രവചനം സത്യമായി തീരും. അടുത്തത് ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ, ഈ തൈപ്പൂയ ദിവസം മുതൽ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന 3 നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ. ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവാൻ പൊന്നുതമ്പുരാൻ സുബ്രഹ്മണ്യ സ്വാമി നൽകുകയാണ്. അമ്മ മഹാമായ ലക്ഷ്മി ദേവി നൽകുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത രീതിയിലേക്കുള്ള സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും അമ്മ ഭഗവതി തരുന്നത്, ഭഗവാൻ തരുന്നത്. ജീവിത വിജയത്തിന്റെ കൊടുമുടി കയറുമെന്നാണ് കണ്ടത്. അത്രമേൽ സൗഭാഗ്യങ്ങൾ വർഷിക്കുകയാണ് നിങ്ങളുടെ മേൽ. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന ചില നേട്ടങ്ങൾ, ചില സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഒരുപാട് നാളായി നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ്. ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ, ഈ തൈപ്പൂയ ദിവസം മുതൽ ഭാഗ്യവും വിജയവും നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ ജീവിതം. സാമ്പത്തിക നേട്ടങ്ങൾ, തൊഴിൽപരമായ മുന്നേറ്റങ്ങൾ, കുടുംബപരമായ സന്തോഷങ്ങൾ എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മേഖലയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് മികച്ച ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ബഹുമാനവും സ്ഥാനമാനങ്ങളും വർദ്ധിക്കും. സാമ്പത്തിക ലാഭത്തിനുള്ള സാധ്യതകൾ വന്നു തെളിയും. ബുദ്ധിശക്തിയും സംസാരശേഷിയും ഉപയോഗിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും. കമ്മീഷൻ, കരാർ ജോലിക്കാർ എന്നിവർക്ക് ഇത് വളരെ നല്ല സമയമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. തൊഴിൽ രംഗത്തും ബിസിനസ്സിലും ഉന്നതമായ രീതിയിൽ വളർച്ചയുണ്ടാകും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും. കടബാധ്യതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തി നേടും. ഭൂമി, കെട്ടിടം എന്നിവയുടെ കച്ചവടത്തിൽ ഉയർന്ന ലാഭം വന്നു ചേരുന്ന സമയമാണ്. കുടുംബത്തിൽ മൊത്തത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. PSSC, UPSSC പരീക്ഷകൾ എഴുതുന്നവർക്ക്, മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് നല്ല സമയമാണ്. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കും. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. പൈതൃക സ്വത്തുകൾ അല്ലെങ്കിൽ പിതൃസ്വത്തൊക്കെ ലഭിക്കുന്നതിന് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങും. ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാണ് വന്നിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും എന്നുള്ള കാര്യമാണ്. പല രീതികൾ നിങ്ങൾ തൊഴിൽ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഈ സമയത്ത് പല മേഖലകളിൽ നിന്നുള്ള അവാർഡുകൾ, പ്രശംസാ പത്രങ്ങൾ, അംഗീകാരങ്ങൾ ഇതെല്ലാം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും. സമൂഹത്തിന്റെ ബഹുമാനം വർദ്ധിക്കും. ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം ലഭിക്കും. വിദേശത്ത് നിന്നുള്ള ബിസിനസ്സുകാർക്ക് ഏറ്റവും തെളിഞ്ഞ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, കോടതി കേസുകളിൽ അനുകൂലമായ വിധി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒറ്റയ്ക്കുള്ളവർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാം. വിവാഹം ഉറപ്പിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ട്. പ്രണയബന്ധങ്ങളിൽ വിശ്വാസം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതം കുറെ കൂടി സുഖകരമായി തീരുന്ന സമയമാണ്.
ഡ്രൈവിംഗ്, നേഴ്സിംഗ്, ലോട്ടറി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത്. ഈ മൂന്ന് നക്ഷത്രക്കാരും ജീവിതത്തിൽ ഏറെ പ്രയാസങ്ങൾ സഹിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കഷ്ടപ്പെടുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു നേട്ടവും വന്നു ചേരാത്ത അവസ്ഥ. ചിലർക്കാകട്ടെ കയ്യിൽ വന്നു ചേരുന്ന പണം പെട്ടെന്ന് തന്നെ ചെലവായി പോകുന്നു. 5 പൈസ മിച്ചം വെക്കാൻ കഴിയുന്നില്ല. മക്കളുടെ വിദ്യാഭ്യാസം, കുടുംബഭാരം ഇതൊക്കെ എങ്ങനെ നടത്തി മുന്നോട്ടു പോകും എന്ന് അറിയാതെ വളരെയധികം വിഷമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരിൽ ഏറിയ പേരും. മാത്രമല്ല ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പല രീതിയിലുള്ള രോഗങ്ങളൊക്കെ വന്നിരുന്നു. പലപ്പോഴും ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് കരയേണ്ടി വന്നവരാണ് ഈ നക്ഷത്രക്കാർ. എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും, എങ്ങനെ ജീവിക്കും, എന്ത് തൊഴിൽ ചെയ്യും, തൊഴിലിന് വേണ്ടി പരിശ്രമിച്ചു, പക്ഷെ ഒരു തൊഴിൽ കിട്ടുന്നില്ല. ഒരുപാട് നാളായി പരിശ്രമിക്കുന്നു. ചിലർക്കാകട്ടെ ഉള്ള തൊഴില് നഷ്ടപ്പെട്ടു. പുതിയൊരു തൊഴിലിനായിട്ട് പരിശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. മറ്റു ചിലർക്ക് ജോലി സ്ഥലത്ത് മേധാവികളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം അറ്റ്മോസ്ഫിയർ വളരെ മോശമായതുകൊണ്ട്, തൊഴിൽ സാഹചര്യം വളരെ മോശമായതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ സഞ്ചാരം. ചിലർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകൾ, കടബാധ്യതകളുണ്ട്. അത് എങ്ങനെ വീട്ടും, എങ്ങനെ അത് മറികടന്ന് മുന്നോട്ട് പോകുവാൻ കഴിയും എന്നുള്ള ആശങ്കയിലാണ്. ചിലർക്കാകട്ടെ കുടുംബ ബന്ധങ്ങൾ തകർന്ന അവസ്ഥയിൽ, ഒരു രീതിയിലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. ചിലർക്ക് പങ്കാളികളിൽ നിന്ന് വേണ്ടത്ര പ്രോത്സാഹനമോ പരിഗണനയോ ലഭിക്കുന്നില്ല. കുടുംബ ബന്ധങ്ങൾ തകർന്ന അവസ്ഥയിലാണ്. സന്താന ക്ലേശം അനുഭവിക്കുന്ന നിരവധി പേരെ ഇന്നത്തെ പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചു. അതുപോലെ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരും ഏറെ. ചില അച്ഛനമ്മമാരാകട്ടെ മക്കൾക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെട്ടു. ഏറെ ബാധ്യതകൾ അവരുടെ തലയിലുണ്ട്. പക്ഷെ ഒരു രീതിയിലും മക്കളുടെ സഹകരണം തിരിച്ച് ലഭിക്കുന്നില്ല. അങ്ങനെ പല രീതികളിൽ സങ്കടക്കടലിന്റെ നടുവിലാണ് ഈ നക്ഷത്രക്കാരിൽ ഏറിയ പേരും. ചിലർക്ക് മഹാദശയും അന്തർദശയും വളരെ നല്ലതായതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷമങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം പേർക്കും അതല്ല അവസ്ഥ. മക്കൾ ഒറ്റപ്പെടുത്തിയ അച്ഛനമ്മമാരുണ്ട്. പങ്കാളികൾ ഒറ്റപ്പെടുത്തിയ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. വേദനകൾ ഉള്ളിലൊതുക്കി പുറത്ത് പുഞ്ചിരിയുമായി ആരെയും തങ്ങളുടെ സങ്കടം അറിയിക്കാതെ അവർ മുന്നോട്ട് പോകുന്നു ഒരു ചെറു പുഞ്ചിരിയോടെ. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ കത്തുന്ന തീക്കടലാണ് ഉള്ളതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. അത്രമാത്രം പ്രയാസങ്ങൾ, മനക്ലേശങ്ങൾ, സാമ്പത്തിക വിഷമതകൾ, മനോവിഷമങ്ങൾ സഹിച്ചാണ് ഈ നക്ഷത്രക്കാർ മുന്നോട്ട് പോകുന്നത്. ഭയക്കേണ്ട, സുബ്രഹ്മണ്യ സ്വാമി, അമ്മ മഹാലക്ഷ്മി ദേവി നിങ്ങളിലേക്ക് എത്തുകയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന വിജയം, സാമ്പത്തിക സൗഭാഗ്യം, തൊഴിൽ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. ഏതാണ്ട് ഒരു വർഷക്കാലത്തിന് ശേഷമാണ് ഇത്രയധികം സൗഭാഗ്യം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഒരുപോലെ വന്നു ചേരുന്നത്. സാമ്പത്തികം, തൊഴിൽ, സൗഭാഗ്യം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സർവത്ര വിജയമാണ് വന്നു ചേരുന്നത്. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. സന്താന സൗഭാഗ്യം വന്നു ചേരും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ ഒരു തൈപ്പൂയ നാളിൽ സുബ്രഹ്മണ്യ സ്വാമിയോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഭഗവാൻ അത് വരമായി നൽകും. ഇത്രമേൽ ഐശ്വര്യം നിങ്ങളുടെ മേൽ ഭഗവാൻ നൽകുകയാണ്, മഹാലക്ഷ്മി നൽകുകയാണ്. എന്റെ വാക്കുകൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും. നാവ് പൊന്നായി തീരട്ടെ, സർവം മംഗളമായി ഭവിക്കട്ടെ. മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.